ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ഒന്നും ചേർക്കാതുള്ള ഒരു പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നമ്മളെ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് എങ്ങനെയാണ് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പീലർ വെച്ചിട്ട് കത്തി വെച്ചിട്ട് എങ്ങനെ നമ്മളിഷ്ടം പോലെ അത് പീൽ ചെയ്തെടുക്കുക. ഇപ്പോൾ പീലറോടാണ് ഇവിടെ ചെയ്യണത്. എനിക്ക് അതാണ് ഈസി, പെട്ടെന്ന് ആവണത് എനിക്ക് പീലർ കൊണ്ടാണ്. അപ്പോൾ അത് തൊലിയൊക്കെ എടുത്തിട്ടുണ്ട്, കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് പീസാക്കണം. ഞാൻ ചെറിയ പീസാക്കിയിട്ട് എടുക്കണത്, കാരണം വലിയ പീസാകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ ഓരോരോ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ മാടെ അതുമുള്ളൊക്കെ എല്ലാം കയമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. കുഞ്ഞുനാക്കിയാലും കുഴപ്പമില്ല. ഞാൻ അപ്പോൾ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അത് ചെറുതേ പോലെയാണ് ഞാൻ പീസാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടിച്ചാൽ അടുത്ത സ്റ്റെപ്പ്, ഒരു പാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചെയ്യണം, പപ്പടാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 7 ഉണക്കമുളകാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാങ്ങയല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു 7 ഉണക്കമുളക് അത് വറുത്തെടുക്കാം. സാധാ വറുക്കുന്ന പോലെ വറുത്തെടുക്കാം. മീഡിയത്തിൽ ഇടുക ഫ്ലെയിമൊക്കെ. അത് എണ്ണ ഇളക്കി കൊടുത്തിട്ട് തന്നെ നിൽക്കുക കേട്ടോ. അതിപ്പോൾ വറവായി വരുന്നുണ്ട്. ഇതാ വറവായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു 8 ചുവന്നുള്ളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 8 ചുവന്നുള്ളി എടുത്തിരിക്കുന്നത്. ആ ചുവന്നുള്ളി ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് എണ്ണയിൽ. അതൊന്ന് ഇതിൻ്റെ ആ ഒരു ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു വാടി വരുന്ന പോലെ കളർ വരില്ലേ, അതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അല്ലെങ്കിൽ ഒരു പച്ച ചേടക്കില്ല, ഇത് നല്ലതാണ് വയറ്റ് ഇങ്ങനെ എടുക്കുക. ഒന്ന് വഴറ്റി വന്നതിന് ശേഷം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ വഴറ്റി കൊടുക്കുക കേട്ടോ. ആ കറിവേപ്പില ഇനി പൊട്ടുന്ന രീതിയിലാവണം, അതായത് നമ്മൾ തൊടുമ്പോൾ അങ്ങനെ പൊടിയില്ല, അതേപോലെ ആവണം. അതേപോലെ വഴറ്റിയെടുക്കുക. മീഡിയത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഇട്ടിരിക്കുന്നത്, കൂട്ടിയിട്ടില്ല കേട്ടോ. കൂട്ടിയാൽ ആ മുളകും ഉള്ളിയൊക്കെ നല്ല മാറി വേറെ ടേസ്റ്റ് ആയിരിക്കും. മീഡിയത്തിലിട്ട് തന്നെ മെല്ലെ സമയത്തിട്ട് തന്നെ ചെയ്യുക, കുഴപ്പമില്ല. അപ്പോൾ എന്നാലാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ അത് അവിടെ ആയിട്ടുണ്ട്. ഞാൻ അതിൽ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കറിവേപ്പിലൊക്കെ ഇതുപോലത്തെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തൊടുമ്പോൾ അങ്ങനെ പൊട്ടുന്ന രീതിയിൽ ഇപ്പോൾ ഇലയൊക്കെ ആയിട്ടുണ്ട്. മുളകാണെങ്കിൽ ഒക്കെ എല്ലാം വറുത്ത് കിട്ടിയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എല്ലാം ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുള്ളതാണ്, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത വേണ്ട വെച്ചാൽ ഒരു ജാറെടുക്കുക. ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ച് മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വാട്ടിയെടുത്ത ചുവന്നുള്ളി ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഒന്നുമില്ല, ജസ്റ്റ് അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളം ആഡ് ചെയ്യുന്നില്ലേ, വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. അല്ലാതെ തന്നെ നമുക്കത് അരച്ച് കിട്ടുന്നുണ്ട്. അതേപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു ബൗളെടുത്തിട്ട് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുതേ. ഇപ്പം നമ്മുടെ കയ്യിൽ തേങ്ങ ഇല്ലാത്ത സമയത്താണെങ്കിലും മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. തേങ്ങയുടെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മളതെല്ലാം ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ നമ്മളിവിടെ വറുത്ത് വെച്ച വെളിച്ചെണ്ണ ഇല്ലേ, ആ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് നല്ലതായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സൂപ്പർ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാങ്ങ ചമ്മന്തി ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മാത്രം മതി. നമ്മൾ തേങ്ങ ചമ്മന്തി പോലെയല്ല, ഇതിൻ്റെ കൂടെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഈ ഒരു ചമ്മന്തി മാത്രം മതി. കാരണം കറി പോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കിടിലൻ മാങ്ങ ചമ്മന്തിയാണ്. തേങ്ങക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. തേങ്ങ വെച്ചിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കും, അത് വേറൊരു ടേസ്റ്റാണ്. ഇത് അതിലേക്കാൾ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ കിട്ടാൻ ആർക്കും പണി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.